നമസ്തേ. നൃത്തം, സംഗീതം ഇത് രണ്ടുമാണ് എൻ്റെ ജീവൻ. ജീവൻ എന്ന് മാത്രമല്ല, ഉപജീവനവും. നൃത്തത്തിനും സംഗീതത്തിനും ഒരുപോലെയാണ് ഓർക്കസ്ട്ര, അതായത് വാദ്യോപകരണങ്ങൾ. എല്ലാവർക്കും അറിയാം, ഒരു ഗാനമേള നടത്തുകയാണെങ്കിൽ ഇപ്പോൾ കരാക്കെ പോലെയുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഗാനമേളയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഓർക്കസ്ട്ര വെച്ച് ചെയ്യുന്നതും നമ്മൾ രണ്ടും കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നൃത്തം എന്ന് പറയാൻ പറ്റില്ല. നൃത്തത്തിന് നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ കൂടെ ചെന്ന് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് CD-യിലോ പെൻഡ്രൈവിലോ ആക്കിയിട്ടാണ് കുട്ടികളായാലും ഞങ്ങളെപ്പോലുള്ളവരെല്ലാം കുട്ടികളെ കളിപ്പിക്കുന്നത്. ഇപ്പോൾ യുവജനോത്സവം പോലെയുള്ള നൃത്ത മത്സരങ്ങളെല്ലാം CD ആക്കി, ലൈവ് ഇല്ല. യൂണിവേഴ്സിറ്റിയും CD ആക്കി, എല്ലാം CD. ഇപ്പോൾ CD തന്നെ, നല്ല CD-കൾ തന്നെ ഇപ്പം നമുക്ക് വിപണിയിൽ കിട്ടാതെ, വളരെ ക്വാളിറ്റി കുറഞ്ഞതാണ് കിട്ടുന്നത്. അപ്പോൾ പെൻഡ്രൈവിനെ ആശ്രയിക്കുന്നുണ്ട് കുറേ പേര്. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഞങ്ങളായാലും പ്രോഗ്രാമിനെല്ലാം അത് ഇട്ട് ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ഓർക്കസ്ട്ര വെച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ, ഞാൻ ഡാൻസിൻ്റെ ഭാഗത്തേക്കാട്ടോ കൂടുതൽ വരുന്നത്. നമ്മൾ ഡാൻസുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും പലർക്കും അറിയാതിരിക്കാം, എന്നാലും ഒന്നും കൂടെ പറയാം, അല്ലെങ്കിൽ അറിയാത്തവർക്ക് അറിയട്ടെ എന്നുള്ള ഒരു പ്രധാനമായൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ നമ്മൾ നൃത്തത്തിന് വയലിൻ എടുക്കുന്നുണ്ട്, വീണ എടുക്കുന്നുണ്ട്, ഫ്ലൂട്ട് എടുക്കുന്നുണ്ട്, നട്ടുവാങ്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗുരുവാണ് അത് ചെയ്യുക. നട്ടുവാങ്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച ഗുരുനാഥൻ ചെയ്യുന്ന ഒരു തൊഴിലാണത്. അതുപോലെ മൃദംഗം. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലേ നൃത്തം ചെയ്യാവൂ എന്നില്ല. നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് ചെലവ് ചുരുക്കൽ പദ്ധതിയിൽ നമുക്ക് ഒരു പാട്ടുകാരൻ, ഒരു മൃദംഗം, നട്ടുവാങ്കം പഠിപ്പിച്ച ടീച്ചർ എന്തായാലും വേണം, അല്ലാതെ കുട്ടികൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇത്രയും നമുക്ക് ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷെ നല്ല മേളക്കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇതെല്ലാം വീണയും ഫ്ലൂട്ടും വയലിനും ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഓർക്കസ്ട്ര എന്ന് പറയുമ്പോഴേ നമ്മൾ മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്തോ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥന്മാരോ അവരൊന്നുമല്ല, നമ്മൾ കേട്ട് കണ്ട് വളർന്നു വരുന്ന ഒരു സംഭവമുണ്ട്. കാര്യം, ദേവലോകത്തെ ഓർക്കസ്ട്രയുണ്ട്, ബ്രഹ്മാവ് നട്ടുവാങ്കം, സരസ്വതി വീണ. അങ്ങനെ ഈ നമ്മളെ നൃത്തത്തിൽ തന്നെ പല വരികൾ പാട്ടുകളിലും അത് വരുന്നുണ്ട്, ചില ഐറ്റംസിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ നന്ദികേശ്വര മൃദംഗം, കൃഷ്ണൻ ഫ്ലൂട്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഞങ്ങളൊക്കെ കുഞ്ഞിലേ മുതൽ കണ്ടും കേട്ടും വളർന്നു വന്ന്, അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ അവിടുന്നേ മുതലുണ്ട്, ദേവലോകത്തുനിന്ന് മുതലേ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ നന്ദികേശ്വര മൃദംഗമാണ്, മനസ്സിലായ? ഫ്ലൂട്ട് വന്നിട്ട് കൃഷ്ണനാണ്, സരസ്വതി വീണ, ഇതെല്ലാം വന്നിട്ട് ചെയ്യുന്ന ഒരു രീതികളുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ എത്ര സ്ഥാപനങ്ങൾ ഡാൻസ് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതായത് കലാമണ്ഡലത്തിലുണ്ട്, തൃപ്പൂണിത്തറ RLVയിലുണ്ട്, ശങ്കര കോളേജ് കാലടിയിലുണ്ട്, SST മ്യൂസിക് കോളേജിൽ ഡാൻസ് ഉണ്ട്, ട്രിവാൻഡ്രത്ത്. ഇവിടങ്ങളിലെല്ലാം പല സ്ഥാപനങ്ങളിലും വയലിനുണ്ട്, വീണയുണ്ട്, മൃദംഗമുണ്ട്. ഫ്ലൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇല്ല എന്നാണ് എൻ്റെ 100% എൻ്റെ വിശ്വാസം. മൃദംഗവും വയലിനും വീണയും നിർബന്ധമായിട്ടും കലാമണ്ഡലം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. കലാമണ്ഡലത്തിൽ വയലിൻ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. വയലിനുണ്ട്. അതുപോലെ ഭയങ്കരമായ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഈ ഓർക്കസ്ട്ര സൈഡിലെ ഗുരുനാഥൻ. അതായത് ഗുരുനാഥൻ കൈകാര്യം ചെയ്യുന്ന നട്ടുവാങ്കം. ഇതിനെന്തേ ക്ലാസ് ഇല്ലാത്ത?
ഇതിനെന്തുകൊണ്ട് ക്ലാസ് ഇല്ല? ഇത് മദ്രാസിലെ ഈ നട്ടുവാങ്കത്തിന് കോഴ്സ് എടുത്ത് അതിനകത്ത് പ്രത്യേകം ക്ലാസ്സുകളും കുറേ ടീച്ചേഴ്സ് നട്ടുവാങ്ക ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് പല സ്ഥലത്തും. എന്തുകൊണ്ട് ഇത്രയും സ്ഥാപനങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും നട്ടുവാങ്കത്തിന് ഒരു കോഴ്സ് വയ്ക്കാത്ത? പോട്ടെ, മിനിമം ഒരു വർഷമോ 2 വർഷമോ കൊടുത്താൽ മതി, 4-5 വർഷമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കഥകളിയിൽ ചുട്ടിക്ക് 2 വർഷത്തെ ചുട്ടി കോഴ്സാണ്. ചുട്ടി എന്ന് മീൻസ് എല്ലാവർക്കും അറിയാമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കഥകളിയിൽ മേക്കപ്പ് എന്ന് പറയില്ലേ, ചുട്ടി കുത്തുക. ചുട്ടി ചെയ്തോ, ചുട്ടിക്ക് നീ കിടന്നോ, കിടന്ന് നീ എപ്പോൾ വരും, ഇത്ര സമയമാണ് നിന്നെ ചുട്ടി കുത്തി വേദിയിൽ വേഷം, നിന്നെ ഈ വേഷം ഇറക്കാൻ നിനക്ക് ഇത്ര സമയം വേണമെന്ന് ആശാമാർ പറയുന്നു. ചുട്ടിക്ക് കിടക്കുന്നു, ഇങ്ങനെ മലർന്ന് കിടന്നുകൊണ്ടാണ് ചുട്ടി കുത്തുന്നത്. അതിന് 2 വർഷത്തെ കോഴ്സുണ്ട് കലാമണ്ഡലത്തിൽ. അതില്ലാതെ അതിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കഥകളി പഠിച്ചാൽ മാത്രം പോരല്ലോ, വേഷത്തിനും ചുട്ടി കുത്താനും അവർക്ക് മേക്കപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു സാധനങ്ങൾ പഠിച്ചേ പറ്റൂ. പക്ഷെ അവിടെ പഠിക്കുന്നവർ 2 വർഷം, ഞാൻ പഠിക്കുന്ന കാലത്ത് 2 വർഷത്തെ കോഴ്സായിരുന്നു. അതേപോലെ ഭയങ്കരമായ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഈ നട്ടുവാങ്കം. ഈ സാധനം വളരെ പ്രാധാന്യമുള്ളൊരു സാധനം. ഇതിനെന്തുകൊണ്ടൊരു കോഴ്സില്ല? ഇതാര് നേരാമണ്ണം ചെയ്യുന്നുണ്ട്? ഞാൻ പറയുന്നതുകൊണ്ട് ആരും ഒന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സത്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഓരോ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഫോണിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾ ഫോണിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഒരു കുറേ ഡോക്ടേഴ്സ് നമുക്ക് വേണ്ടി എന്തെല്ലാം ഉപദേശങ്ങൾ തരുന്നത്, ഇന്നത് ചെയ്യണം, അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലേ. അതേപോലെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളുണ്ട്. അതേപോലെ വളരെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇവരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ചില, എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയാണ്, വൈഫും ഹസ്ബൻഡും ഒരു ബോയ്, ഒരു ആൺകുട്ടി, അവനും നട്ടുവാങ്കം ചെയ്യുന്നുണ്ട്. അവരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അവരാരാന്ന് അറിയില്ല. എൻ്റെ ഇത് സംസാരിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സാധനത്തിൻ്റെ അസാധ്യമായിട്ട് ആ ഫാമിലി ചെയ്യുന്നുണ്ട്. അവർ മലയാളികളാ, അവരിത് എവിടെ നിന്ന് പഠിച്ചു? അവർ പഠിച്ചതല്ലേ. അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചേ പറ്റൂ. ഇതല്ലാതെ നമ്മുടെ വേദികളിൽ മിക്ക കലാമണ്ഡലത്തിൽ പഠിച്ച മിക്ക ടീച്ചേഴ്സ് ചെയ്യുന്നതും ഈ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നതും ഇതിനു വേണ്ടി കോഴ്സ് പഠിച്ചിട്ടില്ല. നമ്മളിങ്ങനെ കുട്ടികൾ കളിക്കുന്നു, അതിനെങ്ങനെ തട്ടുന്നു. എങ്ങനെ തട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചിട്ടയുണ്ട്. ആ ചിട്ടയിലൊന്നുമല്ല തട്ടുന്നത്. പിന്നെ അതവിടെ നിൽക്കട്ടെ. പിന്നീട് എനിക്ക് പറയാനുള്ളതേ, പിന്നീടല്ല, അത് ആദ്യമേ പറയേണ്ടതായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ മുട്ടിയും കോലും വെച്ചിട്ട് തട്ടുകയാണ്. ചമ്മണം പടിഞ്ഞിരുന്ന് പായലിരുന്ന് തട്ടുന്നു, ഞങ്ങൾ കളിക്കുന്നു. അപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് തട്ടുന്നത്. അതായത് ഇങ്ങനെ വെറുതെ തട്ടിയാൽ പോരാ. വെറുതെ തട്ടുന്നത് ഒരിക്കലും നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജതി പറയുന്നു. ഈ ജതി പറയുന്നതല്ല ഇതിനകത്ത് വരണം. ഈ 2 കൈ ഒരുപോലെ ഉപയോഗിക്കണം. അതാണ് നട്ടുവാങ്കം. 2 കൈ ഒരുപോലെ, അല്ല ഇതിങ്ങനെ വെറുതെ തട്ടുന്നതല്ല. അപ്പോൾ എന്നാൽ ക്ലാസ്സിൽ ഈ സാധനം വെച്ച് നമ്മളെ തട്ടി പഠിപ്പിക്കുന്നില്ല. എന്നാൽ ടീച്ചറും തട്ടുന്നില്ല, ടീച്ചർമാരും തട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ മുട്ടിയും കോലും ടീച്ചർമാർ തട്ടി പഠിക്കുന്ന സാധനം ഞങ്ങൾ തട്ടി പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് എക്സാം വരുമ്പോഴും ഞങ്ങൾക്ക് പാട്ടുണ്ട്, പാട്ടിൻ്റെ തിയറി ഉണ്ട്, നൃത്തമുണ്ട്, നൃത്തത്തിൻ്റെ തിയറി ഉണ്ട്, സംസ്കൃതമുണ്ട്. ഈ 5 സബ്ജക്റ്റ് ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഈ മുട്ടിയും കോലും തട്ടുന്ന ടീച്ചർമാർ ഞങ്ങളെ പഠിപ്പിച്ച് തട്ടുന്ന ഇതേ സാധനം പരീക്ഷയ്ക്ക് ഞങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. നൃത്തത്തിനെ കുറിച്ച് ചോദിക്കുന്നു, ഐറ്റംസ് കളിപ്പിക്കുന്നു, പിന്നെ അതിൽ നിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നു, പുരാണങ്ങളായിട്ട് പലതും ചോദിക്കും, ഇതൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ അറിയോ? കുട്ടി, ആ കല്യാണി ജതിസ്വരത്തിലെ ആ 4ാമത്തെ സെറ്റ് ഒന്ന് കൊട്ടു, മുട്ടിയും കോലെടുത്തൊന്ന് കൊട്ടു.
അപ്പൊ മുട്ടിയും കോലും കൊട്ടാൻ പ്രത്യേകിച്ച് കഴിവ് വേണം, ഇല്ലാതെ പറ്റൂല. ആ 4ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. രൂപകതാളത്തിൽ കിടക്കുന്ന പാട്ട് ഈ 4ാമത്തെ സെറ്റിൽ വന്നിട്ട് മിശ്രം കയറി വരുന്നുണ്ട്. അപ്പൊ രൂപകതാളത്തിൽ കിടക്കുന്ന പാട്ടിലെ മിശ്രം കൊട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ പാടും വേണം, കൊട്ടും വേണം. ഇത് നല്ല കാര്യമാണ്, പരീക്ഷാ ഹാളിൽ നല്ല കാര്യം തന്നെയാണ്. മുട്ടും കോലും കൊട്ടാൻ ഒരു ടീച്ചറിന് അറിഞ്ഞിരിക്കേണ്ടത് സാമാന്യം നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? മുട്ടും കോലും കൊണ്ട് നമുക്ക് സ്റ്റേജിൽ പോകാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ഞാൻ സീനിയർ സിറ്റിസനാണ്. അപ്പൊ എനിക്ക് താഴെ ഇരുന്ന് ഒരുപാട് സമയം താഴെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കസേരയിൽ ഇരുന്നാ പഠിപ്പിക്കുന്നത്. ആവശ്യമാകുമ്പോൾ എഴുന്നേൽക്കുന്നു, കുട്ടികൾക്ക് കളിച്ച് കാണിച്ചു കൊടുക്കുന്നു, തിരിച്ച് കസേരയിൽ വന്നിരിക്കുന്നു, സ്റ്റൂളിലാണ് തട്ടുന്നത്. നമുക്ക് നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ തറയിൽ ഇരുന്ന് പായയിൽ ഇരുന്ന് മുട്ടിയും കോലും വെച്ച് തട്ടുന്നു, എഴുന്നേൽക്കുന്നു, പിന്നെയും കളിച്ച് കാണിച്ചു കൊടുക്കുന്നു, പിന്നെയും ഇരിക്കുന്നു. നമുക്ക് ഞാൻ ചെറിയ പ്രായത്തിലെല്ലാം നടക്കും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ പ്രായമായി 68 വയസ്സ്, 70 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സായ ആൾക്കാരും ഇപ്പോഴും ഡാൻസ് പഠിപ്പിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ പായയിൽ ഇരിക്കലും പെട്ടെന്ന് എഴുന്നേക്കാനും ചെന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ? ബുദ്ധിമുട്ടാ. ഞാൻ ഉള്ള സത്യമാണ് പറയുന്നത് കേട്ടാ. അപ്പോൾ ഞാൻ മുട്ടിയും കോലും പഠിപ്പിച്ചിട്ടുള്ള കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സാമാന്യ അറിവുണ്ട്. അത് ക്ലാസ്സിൽ സാമാന്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ആ മുട്ടിയിൽ കൊട്ടുന്നത് നമ്മൾ സ്റ്റൂളിൽ കൊട്ടുമ്പോഴും അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം തട്ടി ഇതിനകത്തുള്ള പ്രാക്ടീസ് ആര് തരും? ആരും തന്നിട്ടില്ല. സത്യമാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ ഗവൺമെന്റ് ഡീം യൂണിവേഴ്സിറ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ് കലാമണ്ഡലത്തിനെ. അതുപോലെ RLB ഗവൺമെന്റ് ആണ്. ഇവിടെ SST മ്യൂസിക് കോളേജ് ഗവൺമെന്റ് ആണ്. ശങ്കര കോളേജ് ഗവൺമെന്റ് ആണ്. ഇവിടെയൊക്കെ എന്താ ഇല്ലാത്ത? നട്ടുവാങ്കത്തിന് കോഴ്സ് ഇല്ലാത്ത എന്താ? കോഴ്സ് വേണം. ഞാൻ ഇതിന്റെ അറിവിലേക്കായി വേണ്ടപ്പെട്ടവർ ഇതൊന്ന് ഞാൻ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടാൽ ദൈവത്തെ ഓർത്ത് ഇതിനു വേണ്ടി ഒരു കോഴ്സ് വെക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മളെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ടീച്ചർമാർക്ക് ഒരു രക്ഷയാണത്. ദൈവത്തെ ഓർത്ത് വേറെ ഒന്നും വല്ലാത്ത രീതിയിൽ ധരിക്കരുത് ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. എന്താ അറിയോ? ഇതിപ്പോ കൊട്ടി ഈ ഭജനയ്ക്ക് കൊട്ടണത് പോലെയായി. ഭജനയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തിരിച്ചും മറച്ചും കാര്യങ്ങളൊന്നും ചെയ്യുന്നു വേണ്ട. ഇങ്ങനെ ഇരുന്ന് കൊട്ടുന്ന ഭജനയായി. ശരിയല്ലേ? ഇങ്ങനെ ഇരുന്ന് കൊട്ടുന്നത് ഭജന. അല്ലെങ്കിൽ പോട്ടെ, ഇങ്ങനെ ഏകതാളത്തിൽ തട്ടി ഇതായാലും മതി ഭജനയ്ക്ക്. ഇതല്ല നൃത്തത്തിന് വേണ്ട. തൃകൃതവും തൃകൃതവും തത്രകൃതവും തത്തത്രകൃതവും 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 തൃകൃതവും 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 എന്തുമ്പോ ഇങ്ങനെയല്ല തട്ടണ്ടേ. ഇത് സ്പീഡില്, അല്ലെങ്കിൽ ഇതല്ല പല രീതിയിലും തട്ടുവാണെങ്കിൽ ഈ രണ്ട് സാധനം ഒരുപോലെ നല്ല സാധകം ചെയ്ത് വരേണ്ട ഒരു സാധനമാണ് ഇത്. അപ്പൊ ഇതിന്റെ അറിവിലേക്കായി ഞാൻ ഇത് പറയാൻ വിചാരിച്ചിട്ട് കുറെ ദിവസമായി. ഞാനിത് സ്റ്റേജിൽ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ ജതി കളിക്കുമ്പോൾ ഇപ്പൊ സാഹിത്യവും ജതിയും വരുന്ന ഐറ്റംസ് ഉണ്ട്, സാഹിത്യവും ജതിയും സ്വരവും വരുന്നതുണ്ട്. വെറുതെ സാഹിത്യമായിട്ട് ഒരു പാട്ട് പാടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരുപാട് ഗുസ്തിയൊന്നുമില്ല. സാമാന്യം തെറ്റില്ലാണ്ട് വളരെ പാട്ടിന് ലയിച്ച് വളരെ സ്മൂത്തായിട്ട് തട്ടിപ്പോയാൽ മതി. കൃഷ്ണ നീ ബേകനെ പാരോ, കൃഷ്ണ നീ ബേകനെ പാരോ വാരോ വാരോ, കൃഷ്ണ നീ ബേകനെ പാരോ. ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ ഒരുപാട് കുസ്തിയൊന്നും വേണ്ട. അതുപോലെയല്ല വേറെ വല്ലതും ചെയ്യുമ്പോഴേ താം തഥോം തഥോം കിടത്തക്ക തിരക്കിടത്തക്ക താം തഥോം തഥോം കിടത്തക്ക തിരക്കിടത്തക്ക താം കിടത്തക്ക തിരക്കിടത്തക്ക താം കിടത്തക്ക തിരക്കിടത്തക്ക തജ്ജം തജ്ജം ജം തിരക്കിടത്തോം തിരക്കിടത്തോം
തകിടത്തോം തജ്ജോം തജോം ജോം തത്തിക്കിട്ടത്തോ 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 തജ്ജോം തജോം ജോം തീങ്കിടത്തകിടത്തോം തീങ്കിടത്തകിടത്തോം തീങ്കിടത്തകിടത്തകിടത്തക തത്തിക്കിട്ടത്തോ ത. ഇങ്ങനെയുള്ളത് പറയുമ്പോൾ സാമാന്യം നല്ല പ്രാക്ടീസിൽ ഈ സാധനം തട്ടാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നട്ടുവാങ്കത്തിൽ നോക്കിയിട്ട് ഒരു ജഡ്ജ്മെന്റ് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, കേരളത്തിൽ ഒരാളും രക്ഷപ്പെടില്ല. അതിൽ അവരുടെ മാർക്ക് പോവും, കുട്ടിയുടെ മാർക്ക് പോവും. പക്ഷെ മിക്കവരും, എന്നാൽ ചിലവര് കലാകാരന്മാരെ എന്നെ ദുഷിച്ച് സംസാരിക്കാൻ പാടില്ല കേട്ടോ, ദൈവത്തോർത്ത്. ഞാൻ ഇത് പലരും ചെയ്യുന്നവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചിലർ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ സ്പെഷ്യൽ അത് പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഡാൻസ് പഠിച്ചിട്ടുള്ള കളരികളിൽ നിന്ന് അവർക്ക് ഇതിൻ്റെ പ്രാക്ടീസ് കിട്ടുന്നത് വളരെ കുറവാണ്. അല്ലാതെ പഠിക്കുക, അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് പല ടീച്ചേഴ്സും കുറച്ച് ഡാൻസ് കുറച്ച് യങ് ആയിട്ടുള്ള കുറേ പെൺകുട്ടികൾ, അവരൊക്കെ ചെന്നൈയിൽ ചെന്നിട്ട് 1-2 വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ നട്ടുവാങ്ക കോഴ്സ്, നട്ടുവനാർ എന്നാണ് ശരിക്കുള്ള പേര്. നട്ടുവനാർ, അതായത് നട്ടുവാങ്കം ചെയ്യുന്ന ഗുരുവിനുള്ള ആണായാലും പെണ്ണായാലും ഒരു പേരാണ് നട്ടുവനാർ. അത് നല്ല രീതിയിൽ ചെയ്യുന്ന ചിലരൊക്കെ ഞാൻ നമ്മുടെ ഫോണിൽ തന്നെ അവർക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളൊക്കെ ഉള്ള ചിലരൊക്കെയാണ്. അവർ ചിലരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവർ പഠിച്ചിട്ടുണ്ട്. പഠിക്കണം, ഇത് പഠിക്കാനുണ്ട്. നൃത്തം മാത്രം പഠിക്കുകയല്ലോ, പഠിക്കാനല്ല നമുക്കുള്ളത്. നമുക്ക് ഇത് ശരിക്കും തട്ടി പഠിച്ചേ പറ്റൂ. പക്ഷെ കുട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ വിചാരിക്കണം എന്താ അറിയോ, ഇപ്പം എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികൾ വിചാരിക്കണം ടീച്ചർ ഇത് തട്ടുന്നുണ്ട്. ഇതൊക്കെ വന്ന് ഓർക്കസ്ട്രയൊക്കെ നമ്മളിപ്പോൾ സ്റ്റേജിൽ നിരന്നിരിക്കുമ്പോഴേ എല്ലാവരുടെ കാല് തൊഴും കളിക്കുന്ന ആർട്ടിസ്റ്റ്. അതേപോലെ ഇൻസ്ട്രുമെന്റ്, മൃദംഗം, വീണ, ഫ്ലൂട്ട്, പിന്നെ വയലിൻ എല്ലാം തൊഴും. അതേപോലെ തൊഴുന്ന ഒരു സാധനമാണ് ഇത്. ഇതും കുട്ടികൾ വന്ന് തൊഴുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ല, ചേർത്ത് വയ്ക്കും. ഇതാണ് റെസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യം. റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ കൈ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊരു വാദ്യമാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് നട്ടുവാങ്കം. ഇത് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക, എല്ലാവരും പഠിക്കുക. പഠിക്കാത്തവർ പഠിക്കുക കേട്ടോ. അല്ലാതെ കുറേ പേര് ചെയ്യുന്നുണ്ട് കേരളത്തിലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ സ്പെഷ്യൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും, സത്യഭാമ ടീച്ചർ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. എനിക്ക് അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കേട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഓക്കെ.